1 Corinthians 6:19-20. ഈ ആശയം വരുന്ന ഒരുപാട് ദൈവവചനങ്ങളുണ്ട്. ബട്ട് ജസ്റ്റ് ദിസ് വൺ വി വിൽ ലുക്ക് ഇൻ ടു ദിസ് വൺ. 1 Corinthians 6. ദൈവത്തിന്റെ ദാനമായി ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങാങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ആമേൻ. ഹല്ലേലൂയ. God has bought you with a price. വില കൊടുത്ത് നമ്മളെ മേടിച്ചിരിക്കുക. അതുകൊണ്ട് ഇനിമേൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഉള്ളവരല്ല, നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കേണ്ടുന്നവരല്ല. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ കാര്യമായിട്ട് തോന്നിയാലും നമ്മുടെ തിങ്കിങ്ങിനകത്തൊരു പാരഡൈം ഷിഫ്റ്റാണിത്. നമ്മൾ പലപ്പോഴും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മൾ പോലും we think it is all about us. God is there to bless us. ദൈവം നമ്മളെ രക്ഷിക്കാനും നമ്മളെ സൗഖ്യമാക്കാനും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ക്രമീകരിച്ചു തരാനും അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ കൂടിയത്, അതോ ദൈവം നമ്മുടെ കൂടെ കൂടിയതെന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചിന്തിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവസന്നിധിയിലേക്ക് നമ്മൾ വന്നു, അല്ലേ? And in a way we kind of think that maybe it's almost over with respect to our lives. ഇനി നല്ല രീതിയിലൊക്കെ ജീവിച്ച് പാപത്തിലൊന്നും അകപ്പെടാതെ ആ ഒരു വിശുദ്ധിയിൽ ജീവിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് അങ്ങ് പോകണം. It is not only that God has bought you with a price so that He needs you. It is all about God. It is all about the purposes of God. അതിനു വേണ്ടി നമ്മളെ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ഫോൺ, ഒരു പെൻ, ഒരു ഹാങ്കർചീഫ്, ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, കടയിൽ നിന്ന്, അല്ലേ? എന്തിനു വേണ്ടി ഇത് മേടിച്ചത്? നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് നമ്മുടെ കൂടെ പോരണം. ഹല്ലേലൂയ. ചില്ലറ വില കൊടുത്ത് മേടിച്ച സാധനം പോലും എൻ്റെ മനസ്സിലൊരു പർപ്പസ് ഉണ്ട്. ഞാൻ ഈ സാധനം മേടിച്ചപ്പോൾ, ഹല്ലേലൂയ, അല്ലേ? ഹൗ മച്ച് മോർ ഫോർ us who are bought by the blood of Jesus Christ. യേശുവിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ മേടിച്ചിരിക്കുക, അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അതാണ്. രാജാക്കന്മാരായി പുരോഹിതന്മാരായി, അല്ലേ? ഭൂമിയിൽ തൻ്റെ ജനം വാഴേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന ആ ജയം, അത് ഈ ഭൂമിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്.